ഹലോ ഗൈസ്, തക്കോ സെവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണമാണ്. എല്ലാവർക്കും തിരുവോണത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഹാപ്പി ഓണം. സാമ്പാറിനുള്ള പരിപ്പ് ഇതവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതവിടെ അരിഞ്ഞ് സെറ്റാണ്. ഇത് നമ്മുടെ എരിശ്ശേരിക്കുള്ള മത്തങ്ങയും പയറും വെന്തുകൊണ്ടിരിക്കുകയാണ്. തീയലും ബീട്രൂട്ട് പച്ചടി, വെള്ളരിക്ക പച്ചടി, ഇഞ്ചിപ്പുളി, കാളനും നമ്മൾ ഇന്നലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പൂക്കളത്തിനുള്ള പൂവൊക്കെ ഇതാ തക്കുടും അപ്പയും കൂടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നമ്മുടെ ബീൻസും ക്യാരറ്റും കൂടെയുള്ള മെഴുക്കുവരട്ടി ഇവിടെ ആവുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അത്തടുന്നത് സിറ്റ് ഔട്ടിലാണ്. അപ്പോൾ ടൈൽസ് ആയതുകൊണ്ട് ചോക്ക് തെളിയില്ല. അപ്പോൾ ക്രയോൺസ് കൊണ്ട് നോക്കി വെക്കാം. അപ്പം നമ്മൾ പൂക്കളം വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിസാഹസികമായ വരയ്ക്ക് ശേഷം നമ്മൾ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ടൈൽസ് ആയതുകൊണ്ട് ചോക്ക് വരാത്തതുകൊണ്ട് ക്രയോൺസ് കൊണ്ട് ഒപ്പിക്കാൻ നോക്കിയിട്ട് ശരിക്കും ക്ലിയർ ആയിട്ടില്ല. എന്നാലും നമ്മളൊരു ഏകദേശം അഡ്ജസ്റ്റ്മെൻറ്റ് ഇടാൻ നോക്കുക. അപ്പം ഇനി ഞാനും പോയിട്ട് പൂവിടട്ടെ കേട്ടോ. അങ്ങനെ ജിംഷ അത്തപ്പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തക്കുടുവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പൂക്കളിടണം എന്നുള്ളത്. അപ്പോൾ അവനും അതിനൊരു ഭാഗമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൂക്കളം ഇട്ട് കഴിഞ്ഞു. ഇതാണിപ്പോൾ നമ്മുടെ പൂക്കളം. പുറത്ത് നല്ല മഴയാണ്. ഓണം എന്തായാലും വെള്ളത്തിലായി എന്ന് വേണേൽ പറയാം. രാവിലെ തുടങ്ങിയ മഴയാണ്. ഇവിടെ ഓണസദ്യയുടെ പരിപാടികൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാമ്പാറിനുള്ള തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തേങ്ങ ഇതാ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ തേങ്ങ വറുത്ത് കഴിയുന്നതായിരിക്കും. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഒരു കൂട്ടുകറിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ സദ്യയുടെ പണി പൂർത്തിയായി. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സദ്യ കഴിക്കാം. അങ്ങനെ നമ്മുടെ ഓണസദ്യയുടെ അവസാന ഐറ്റമായ കൂട്ടുകറിയും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് സദ്യ കഴിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. ഇനി സദ്യ കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ചോറ്, പച്ചടി, വെള്ളരിക്ക പച്ചടിയാണ്, ബീട്രൂട്ട് പച്ചടി, മെഴുക്കുവരട്ടി, ഇഞ്ചിമ്പുളി, ഉള്ളിത്തീയല്, എരിശ്ശേരി, പായസം, കൂട്ടുകറി, അച്ചാറ്, ശർക്കര വരട്ടി, ചിപ്സ്, കാളൻ, അവിയല്, സാമ്പാർ, പഴം, പപ്പടം, ഉപ്പേരി. ഇപ്പോൾ നമ്മൾ സദ്യയൊക്കെ വിളമ്പി. എന്നാൽ കഴിക്കാൻ പോവാം. പഴം, പപ്പടം, പായസം, ആഹാ അന്തസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഓണസദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു. വയറൊക്കെ നിറഞ്ഞു. എല്ലാം വളരെ നന്നായിരുന്നു. പിന്നെ എല്ലാവരും തന്നെ ഓണസദ്യ കഴിച്ച് കഴിഞ്ഞാൽ ക്ഷീണത്തിൽ പള്ളിയോർക്കാണ് പതിവ്. ഞങ്ങൾക്ക് 8 നോമ്പായതുകൊണ്ട് പള്ളിയിൽ പോകണം. അതുകൊണ്ട് പള്ളിയോർക്കം നടക്കില്ല. അപ്പോൾ ഓണാഘോഷം ഞങ്ങൾ ഏകദേശം അവസാനിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ. ലൈക്ക് അടിക്കുക. ബൈ ബൈ.